പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് വോട്ട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം ഇരട്ട വോട്ട് വിവാദം ശക്തിപ്പെടുകയാണ്. പാലക്കാട്ട് ആരോപണത്തിൽ ഉദ്യോഗസ്ഥർ ഫീൽഡ് തല പരിശോധന നടത്തുകയാണ്. ജില്ലാ കളക്ടർ നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJP. കോൺഗ്രസിനെതിരെ ആരോപണവുമായി CPIയും രംഗത്തെത്തിയിട്ടുണ്ട്. ഡോക്ടർ പി സരിൻ വ്യാജ വോട്ട് ചേർത്തെന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ശ്രീജിത്ത് പാലക്കാട്ട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് കുറെ കൂടി ഇന്ധനം പകരുകയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവും. മുഖ്യമന്ത്രിയുടെ പൊതുയോഗവും ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ശ്രീജിത്ത്? വിജയകുമാർ, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഇടത് വലത് മുന്നണികളും BJPയും വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഈ പ്രചരണത്തിൽ നിറയുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് പാലക്കാട് വോട്ട് ചേർത്താണ് കോൺഗ്രസും UDFും ആയുധമാക്കുന്നത്. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരനായിരുന്നില്ല. 6 മാസം സ്ഥിരതാമസക്കാരനായാൽ മാത്രമേ വോട്ടവകാശം ഇവിടേക്ക് ചേർക്കാൻ കഴിയൂ. ആ കാര്യത്തിൽ BJP ഭരിക്കുന്ന നഗരസഭ സരിനെ സഹായിക്കുമെന്നാണ് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത്. എന്നാൽ വ്യാജ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും ശക്തമായി പ്രവർത്തിക്കുന്ന ആരോപണം BJPയും LDFും മുന്നോട്ട് വെക്കുന്നു. ഇത്തരത്തിൽ 2700 വ്യാജ വോട്ടുകൾ മണ്ഡലത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് CPIയും LDFും ആരോപിക്കുന്നത്. ഇതാണ് വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ. എന്നാൽ വ്യാജ വോട്ട് ആരോപണം ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോടുകൂടി ജില്ലാ ഭരണകൂടം പരിശോധന തുടങ്ങി. ഫീൽഡ് തല പരിശോധനയും ഒപ്പം തന്നെ ഓഫീസിൽ വെച്ച് വോട്ടർ പട്ടിക പരിശോധിക്കുന്നതും ഉള്ള നടപടികളാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ തുടരുന്നത്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും ഭരണാധികാരിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് പ്രചരണത്തിലൂടെ LDF പ്രവർത്തകർ ആവേശത്തിലാണ്. രാവിലെ മേൽമുറിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പൊതുയോഗം. അവിടെ വെച്ച് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഊന്നിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്നാൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് അദ്ദേഹം കാര്യമായി കടക്കാൻ തയ്യാറായില്ല. BJP കോൺഗ്രസ് ഡീലുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് അല്പം ചെറുതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ബാക്കി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമാണ് മുഖ്യമന്ത്രി പൊതുവായി പറഞ്ഞത്. ഇനി ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 2 പൊതുയോഗങ്ങൾ കൂടി മുഖ്യമന്ത്രിക്കുണ്ട്. കിഴായിരി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലുമാണ് മുഖ്യമന്ത്രിയുടെ വൈകുന്നേരത്തെ പൊതുയോഗങ്ങൾ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പാലക്കാട്ട് തുടരുകയാണ്. 2 പൊതുയോഗങ്ങളാണ് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ഇനി പാലക്കാട്ട് നടക്കാനിരിക്കുന്നത്.